അഭിനേതാവ് എന്നുള്ള നിലയിൽ ഞാൻ രാഷ്ട്രീയം മിക്സ് ചെയ്ത് കഥാപാത്രത്തെ വീക്ഷിക്കാറില്ല. അഭിനയിക്കാനുള്ളത് എന്താണ് അതിലുള്ളത്, എന്നെ ചലഞ്ച് ചെയ്യുന്ന എന്ത് ഘടകമാണുള്ളത്, ഇൻട്രസ്റ്റിംഗ് ആണുള്ളത്, ഇത് പോയി എവിടെയാണ് കൊള്ളുന്നത്, അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, അങ്ങനെയെല്ലാം നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാഷൻ മാത്രമല്ല ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത്, പ്രൊഫഷണലും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിരലെണ്ണാവുന്ന സിനിമകളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഒരു BJP അല്ലെങ്കിൽ RSS അനുഭാവിയായിട്ടോ RSSകാരനായിട്ടോ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അലമാര സിനിമയിലും വർണ്ണ്യത്തിൽ ആശങ്കയിലും 2 വേഷൻ. അതായത് അലമാരയിൽ ഇത്തിരി കോമഡി ആയിട്ടാണ്, ചെറിയ സട്ടയർ പോലെയാണ് ആ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ നമ്മുടെ ഈട എന്ന് പറയുന്നൊരു സിനിമ, വർണ്ണ്യത്തിൽ ആശങ്കയല്ല, ഈടയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള എൻ്റെ രാഷ്ട്രീയമേ അല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ കഥാപാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമാഭിനയത്തിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം കലർത്താൻ നോക്കാറില്ല. എൻ്റെ രാഷ്ട്രീയം ഞാൻ രേഖപ്പെടുത്തുന്നത് പോളിംഗ് ബൂത്തിലാണ്. അല്ലാതെ അത് പറഞ്ഞുകൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ അതിലൊരു ചേരി തിരിഞ്ഞിട്ട് അടിക്കാനോ ഒന്നുമില്ല. ഞാൻ പൊതുജനത്തിൻ്റെയാണ്. ഞാൻ പൊതുജനത്തിൻ്റെ എല്ലാവരുടെയും എല്ലാം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഒരാളാണ്. പെട്ടെന്ന് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് മണികണ്ഠനാചാരി ആയതല്ല. അപ്പോൾ എനിക്ക് എന്നെ സഹായിച്ച് എനിക്ക് വസ്ത്രം തന്ന, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ സൗകര്യം തന്ന, എനിക്ക് ഭക്ഷണം തന്ന ആളുകളിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. അന്ന് ഞാൻ തരംതിരിച്ച് അവരുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിച്ചിട്ടില്ല. എല്ലാം എൻ്റെ ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് എൻ്റേതായൊരു എന്താ പറയുക, ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഇസം ഉണ്ടാവുമല്ലോ, അതിൽ പോകുന്നു.